എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഒരു നോമ്പുതുറ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ 4 പേര് മാത്രമുള്ള ഒരു ചെറിയ പരിപാടി. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളെ വീട്ടിൽ നിന്നാണ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് അവളെ വീട്ടിലുള്ളവരും ഉണ്ടാവും. 2 മണിക്ക് അവളെ വീട്ടിൽ എത്താന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോവാന്നാ വിചാരിച്ചത്. 1:30 സ്റ്റോപ്പിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് പോവാന്നായിരുന്നു വിചാരിച്ചത്. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഈ വണ്ടി ഓടിക്കുന്നതാണ് ദിയ, അവളാണ് നമ്മളെ റൈഡർ. അങ്ങനെ ഞാനും അവളും കൂടി അവളുടെ നാട്ടിലെത്തി. ആരുടെയെന്ന് വെച്ചാൽ നമ്മൾ പരിപാടി സെറ്റ് ചെയ്ത ആള്. അങ്ങനെ ഞങ്ങൾ 3ാമത്തെ ആളും കൂടി വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് അവളെ വീട്ടിലേക്ക് പോയി. കഴിഞ്ഞ നോമ്പിന് ഞങ്ങൾ ചെറിയൊരു ഇഫ്താർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, അതായത് നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ട് അവസാനം മഴ പെയ്തെല്ലാം കൊളാവുന്ന ആ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾ കാര്യമായിട്ടൊന്നും സെറ്റ് ചെയ്തില്ലെങ്കിൽ മഴ പെയ്തെല്ലാം കൊളായി പോയിട്ടുണ്ട്. അങ്ങനെ 2 മണിയാകുന്ന സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇരുന്ന് കുറേ നേരം കഥ പറച്ചിലായി. കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണല്ലോ മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തുണ്ടായില്ലേ. പിന്നെ അവിടെ ഒരു ബഹളമായിരിക്കും. ഇതെല്ലാം കുറേ സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ സത്യത്തിൽ ഈ വീഡിയോയിൽ ഇങ്ങനെ നല്ല സംസാരിക്കുന്നത് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞാനെന്തൊന്നും സംസാരിക്കാത്തെന്ന് വെച്ചാൽ എനിക്ക് പല കാര്യങ്ങൾ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു നോമ്പുതുറ കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ആഴ്ച ആവാറായി. അതുകൊണ്ട് എന്നോട് പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ട്. ഇതുവരെയുള്ള വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ നോമ്പ് തുറന്നാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ.